നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിന്റെ തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 120 മണിക്കൂറാണ് ദക്ഷിണ വിജയ് അഭിയാൻ എന്ന ഓപ്പറേഷന്റെ ഭാഗമാകുന്നത്. 400 കടക്കുക എന്നുള്ള BJPയുടെ മുദ്രാവാക്യം പൂർത്തീകരിക്കണമെങ്കിൽ തെക്കൻ കോട്ടകളിൽ കൂടി വോട്ടുറപ്പിക്കേണ്ടതുണ്ട് BJPക്ക്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലും. എന്തായാലും ഈ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഇതിനായി മോദി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ 77 ദിവസങ്ങളിലായി 23 ദിവസവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് മോദി ചിലവഴിച്ചത് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വിജയിപ്പിക്കാനുള്ള 120 മണിക്കൂർ നീളുന്ന ദൗത്യമാണ് നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് മോദി ഈ ഒരു ദൗത്യം ആരംഭിച്ചത്. ഞായറാഴ്ച ആന്ധ്രാപ്രദേശിലെ പലനാട്ടിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ റാലി നടന്നത്. അതിനുശേഷം തെലങ്കാനയിലെ ജഗ്തിയാലിൽ റാലി നടന്നു. പിന്നീട് കർണാടകയിലെ ശിവമോഗയിൽ അദ്ദേഹം ഒരു റാലിയിൽ പങ്കെടുത്തു. അതിനുശേഷം ഇന്നലെ കോയമ്പത്തൂരും ഇന്ന് പാലക്കാടും അദ്ദേഹം പങ്കെടുത്തു. അടുത്തതായി സേലത്തായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അടക്കം നടക്കാൻ പോകുന്നത്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ BJPയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി തന്നെയാണ് കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 129 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. 2019 29 സീറ്റുകൾ മാത്രമാണ് BJP ഇതിൽ നിന്നും നേടിയത്. അന്ന് പ്രതിപക്ഷത്തിന് 100 സീറ്റുകൾ കടക്കാനായി. ഇതിലേറിയ പങ്കും കർണാടക തന്നെയാണ് BJPക്ക് സമ്മാനിച്ചത്. എന്തായാലും തെലങ്കാനയിൽ ഉൾപ്പെടെ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ അക്കൗണ്ട് തുറക്കാൻ പോലും BJPക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ 3 സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മോദി 120 മണിക്കൂർ നീളുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.